ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് ശരിയാക്കാൻ പോകുന്ന ഫോൺ ഓപ്പോയുടെ A76 എന്നൊരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ടച്ച് കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് വർക്കാവുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ രണ്ടും ഒന്നിച്ച് മാറ്റേണ്ടി വരും. അതായത് ടച്ചും ഡിസ്പ്ലേ രണ്ടും ഒന്നിച്ച് വരുന്ന ഒരു കോംബോ ഉണ്ടല്ലോ, കോംബോ ആയിട്ട് തന്നെ മാറ്റേണ്ടി വരും. സോ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ കെയർഫുള്ളായിട്ട് മുഴുവനായിട്ട് കാണുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാം. സോ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ അതിൻ്റെ ബാക്ക് ഡോറ് നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കണം. സോ അതിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ ബാക്ക് ഡോറ് വരുന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ ഫിംഗറും കാര്യങ്ങളും വരുന്നത്. സോ അത് എന്തായാലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഫിംഗർ ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് പണിയാവും. പിന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടില്ല. സോ ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ സ്വിച്ചിങ്ങും കാര്യങ്ങൾ ക്ലിയർ ആവില്ല. സോ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് മാത്രം ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുക. സോ നമ്മളെ ബാക്ക് ഡോർ മൊത്തം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. സോ സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മൾ എല്ലാ സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ ബാക്ക് പാനലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ ഫിംഗർ ശ്രദ്ധിക്കണം, കാരണം അപ്പോഴോ സൈഡിൽ തന്നെ ആയിട്ടാണ് ഫിംഗർ വരുന്നത്. സോ കെയർഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. സോ നമ്മൾ ഏകദേശം ബാക്ക് പാനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് പാനൽ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി ഫിംഗർ ഭാഗത്തും ശ്രദ്ധിച്ചതിന് ശേഷം ബാക്ക് പാനൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. സോ അങ്ങനെ നമ്മൾ ബാക്ക് പാനൽ മൊത്തം റിമൂവ് ചെയ്തു. അതിൻ്റെ ബാക്കി സ്ക്രൂവും കാര്യങ്ങളും അതിൻ്റെ ബാക്ക് ഡോറിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ബാക്ക് ഡോറും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ വരുന്നത് ഇതിൻ്റെ കണ്ടോ, ഈ സൈഡിലുള്ള സ്വിച്ച്, ഈ വോളിയം ഡൗണിൻ്റെ സ്വിച്ചിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ മാക്സിമം 2 ഉപയോഗിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ശരിയാക്കാൻ വേണ്ടി നോക്കി, ബട്ട് അത് മാറ്റേണ്ടി തന്നെ വരും തോന്നുന്നു. സോ ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്ററിയാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. കമ്പനി ഫിക്സിങ് ആയതുകൊണ്ട് ചെറിയ ടൈറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ സോ നമുക്ക് കാണാം, ഇത് മൊത്തം വെള്ളം കയറിയിട്ടും അങ്ങനെ പല പ്രശ്നം കൊണ്ടാണ് ഈ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് എത്തിയത്. ഏകദേശം അത് കാരണമാണ് മൊത്തം ആയത്. സോ ഇനി നമുക്ക് ഫ്രെയിം ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രെയിം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്തത്. എന്തായാലും ഫ്രെയിം ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എത്രത്തോളം നല്ല ക്ലീനാണോ അതിനനുസരിച്ചിട്ട് കോമ്പും കാര്യങ്ങളും നേരെ ഫിറ്റ് ആവുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാം. എപ്പോഴും ഏത് ഡിസ്പ്ലേ ആണെങ്കിലും, പുതിയ ഡിസ്പ്ലേ ഫിറ്റ് ആണെങ്കിലും ടച്ച് ഗ്ലാസ് ഫിറ്റ് ആണെങ്കിലും ഡിസ്പ്ലേ ചെക്കിങ് മസ്റ്റാണ്. കാരണം ചെക്ക് ചെയ്യാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് വീണ്ടും അതിനായിട്ട് നടക്കേണ്ടി വരും. സോ ഡിസ്പ്ലേ ചെക്കിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഓണാക്കി നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, 2 തവണ ഓണാക്കാൻ നോക്കിയിട്ട് സംഭവം ഓണായിട്ടില്ല. പിന്നെ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് ഓണാക്കാൻ നോക്കി നോക്കാം. സോ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇനി ഇതിൻ്റെ ടച്ചും കാര്യങ്ങളും എങ്ങനെയുണ്ട്, കണ്ടീഷനിലുണ്ടോ, വർക്കിംഗ് ആണോ എല്ലാം നോക്കി നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാൻ നോക്കാം.
സോ പുതിയ ഡിസ്പ്ലേ ആണെങ്കിലും ടച്ച് ഗ്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെക്കിങ് മസ്റ്റാണ്. ചെക്ക് ചെയ്താലേ അതിൻ്റെ പ്രോപ്പർ കണ്ടീഷൻ അറിയുള്ളൂ. സോ നമ്മുടെ ഫോൺ മുഴുവനായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടച്ച് അതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ടച്ച് ഓക്കെയാണ്. നമുക്ക് കസ്റ്റമർ ലോക്ക് പറഞ്ഞുകൊണ്ട് ടച്ച് മൊത്തം ചെക്ക് ചെയ്യാൻ പറ്റി. സോ ഓക്കെയാണ്, നല്ല കണ്ടീഷനിൽ തന്നെ ടച്ചും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ഇനി വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, നമ്മൾ മിഡിൽ ഫ്രെയിം ക്ലീനിങ് വളരെ മസ്റ്റാണ്. ആരാണെങ്കിലും എന്താണെങ്കിലും മിഡിൽ ഫ്രെയിം വളരെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഏറ്റവും ബെസ്റ്റും ഇമ്പോർട്ടൻ്റായ പാർട്ട് മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീനിങ് നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ പിന്നെ ഡിസ്പ്ലേക്കാണ് പ്രശ്നം ഉണ്ടാവുക. സോ മിഡിൽ ഫ്രെയിം എന്തായാലും ക്ലീനായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ ടാപ്പ് ചെറുതായിട്ട് ഇടുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡിലുള്ള മറ്റേ ഡിസ്പ്ലേയുടെ അവിടെ വരുന്ന ഒരു സംഭവം മിസ്സിങ് ആയിട്ടുണ്ട്. സോ അതില്ലെങ്കിൽ ചിലപ്പം ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നമൊക്കെ വരാറുണ്ട്. അത് കാരണം ഞാൻ ഉള്ളിൽ ചെറുതായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നത്. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ഒഴിവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരില്ല ഇങ്ങനൊരു ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിസ്പ്ലേ 4 കോർണറും ചെറുതായിട്ട് ഗമ്മിട്ടാൽ മതി, കൂടുതൽ ഗമ്മിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ഡിസ്പ്ലേയിലാണ് ഗമ്മ് പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറേശ്ശെ ഗമ്മിട്ടാൽ മതി, കൂടുതൽ ഗമ്മിടേണ്ട ആവശ്യമില്ല. ഫ്രെയിമിൽ ഇടുമ്പോഴാണ് കൂടുതൽ ഗമ്മിടേണ്ട ആവശ്യം വരിക. മറ്റേ ഡിസ്പ്ലേയിലാവുമ്പോൾ അത്ര കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് നൈസിൽ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഗമ്മിടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ 4 കോർണർ ചെറുതായിട്ട് ഗമ്മിടുക, കാരണം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണമല്ലോ. സോ നമ്മൾ ഗമ്മ് മൊത്തം ഇടൽ പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുന്ന ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുക. MPN എന്നൊരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. കോമ്പും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഏകദേശം നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്തതിന് ശേഷം 4 പുറം ഗമ്മിട്ടതിന് ശേഷം എല്ലാം ഓക്കേന് ശേഷമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ചെക്കിങ് മസ്റ്റാണ്, അത് മറക്കണ്ട. സോ എപ്പോഴും ഏത് ഡിസ്പ്ലേ ആണെങ്കിലും ചെക്ക് ചെയ്യൽ മസ്റ്റാണ്. അതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഇട്ടാൽ മതി. സോ നമ്മൾ ഡിസ്പ്ലേ ഫ്രെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ആദ്യം ബാക്ക് പാനൽ ഇട്ടിട്ട് മൊത്തം സ്ക്രൂ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ മാറ്റാം. കൂടുതൽ റിസ്ക് ഒന്നും ഇല്ല അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ. അതായത് സൈഡിൽ കൂടി ഗമ്മിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് കൂടുതൽ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതിൻ്റെതായ ഒരു അതിൽ ഡിസ്പ്ലേയിൽ ഗമ്മിട്ടാൽ മതി. ഫ്രെയിമിലോട്ട് ഇടുമ്പോൾ ചിലപ്പം ചില ഭാഗത്ത് ഇങ്ങനെ പൊന്തി കിടക്കാറുണ്ട് ഒട്ടാതെ. ഡിസ്പ്ലേയിലാവുമ്പോൾ കറക്റ്റ് ഫിറ്റിങ് കിട്ടും, പിന്നെ ഒരു നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാവും. സോ ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്രൂവും കാര്യങ്ങളിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. സോ അങ്ങനെ ഫൈനലി നമ്മൾ സ്ക്രൂവും കാര്യങ്ങളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് ഡോറിൽ ഗമ്മിട്ടിട്ട് മൊത്തം ഫിക്സ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഓപ്പോ A76ൻ്റെ ഡിസ്പ്ലേ മാറ്റാം, കൂടുതൽ റിസ്ക് ഒന്നുമില്ലാതെ. വീഡിയോ മുഴുവനായിട്ട് കണ്ട് കറക്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.